Hi students, welcome back to a new video. Today we are discussing about the chapter And in Wonder and Amazement I Sing. This is in 7th standard, first unit, chapter 2. നമ്മളിന്ന് രണ്ടാം 7th സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് 1 ചാപ്റ്റർ 2 ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്ന പാഠഭാഗവും ഒരു പദ്യമാണ് അല്ലേ. അതിലെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് എത്രാമത്തെ പേജാണ്? 25. 25ാമത്തെ പേജിൽ സം ക്വസ്റ്റ്യൻസ് ആർ ദർ. എന്തൊക്കെയാണ്? വൈ ഡസ് ദ സ്പീക്കർ സിംഗ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ്? എന്തുകൊണ്ടാണ് സ്പീക്കർ അത്ഭുതത്തോടെ എന്ത് ചെയ്യുന്നത്? പാടുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ്? The speaker sings in wonder and amazement because the amazing beauty of the universe. ഈ പ്രകൃതിയുടെ ഭംഗി കണ്ടിട്ടാണ്. The sky is filled with sun and stars and the universe is full of life. The second one, why do you think eternity rushing tide means? എന്താണ് eternity rushing tide means എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ വിചാരിക്കുക? അതിൻ്റെ അർത്ഥം എന്താണ്? Eternity rushing tide means that the continuous and unstoppable flow of time and life. സമയത്തിന്റെ നിർക്കാതെയുള്ള ഓട്ടം, അതിനെയാണ് പറയുന്നത് കേട്ടോ. Pick out the worldly wonders described in the poem. വണ്ടേഴ്സിന് പദ്യത്തിൽ പറഞ്ഞ വണ്ടേഴ്സ് ഏതൊക്കെയാണ്? The wonders of sky full of sun and stars, the universe full of life, the beauty of woodlands with blades of grass, fragrance of flower. അതൊക്കെയാണ് വണ്ടേഴ്സ്. 4. വാട്ട് മാഡൻഡ് ദ പോയറ്റ് മൈൻഡ്സ്? പോയറ്റ് മൈൻഡിലുള്ള എന്താണ് മാഡൻഡ് എന്താണെന്ന്? The touch of blades of grass, the fragrance of the flowers and gifts of gladness and joy in nature made the poet's mind maddened. എന്താണ്? കവിയുടെ മൈൻഡിനെ ഭ്രാന്താക്കി ആ കാഴ്ചകൾ. ഇനി why does speaker prick his ears, open his eyes and bare his heart? അല്ലേ, എന്തുകൊണ്ടാണ് കണ്ണടച്ച് എന്താണ് ചെവി ഇത് ചെയ്ത് കണ്ണ് തുറന്ന് ഇരുന്നത്? എന്തിനാണ് കവി അങ്ങനെ സ്പീക്കർ ചെയ്തത്? The speaker pricks his eyes, open his eyes and bears his heart to fully experience and appreciate the wonders of the world. ഈ പ്രകൃതിയുടെ ലോകത്തിലെ അത്ഭുതങ്ങൾ കാണാൻ. This shows his eagerness to understand deeply the nature. എന്താണ്? നേച്ചർ മനസ്സിലാക്കാനുള്ള അയാളുടെ അതിയായ താല്പര്യമാണ് അതിൽ കാണുന്നത്. ഇനി what do you think the poet means in the midst of the known I have sought the unknown? എന്ന് പറഞ്ഞാൽ പോയറ്റ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? The poet means that even though he is familiar with surroundings, he still seeks new experience and knowledge beyond what he already knows. അല്ലേ, അതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്തത്, read the following lines from another poem, The Sands of Dee by Charles Kingsley. ചാൾസ് കിങ്സ്ലിയുടെ ഈ പോയം നോക്കാം. ഓ മേരി ഗോ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം അക്രോസ് ദ സാൻഡ്സ് ഓഫ് ദി. The phrase and call the cattle home. The phrase and call the cattle home is used 3 times. Such repetition are called refrain. ഇതിനാണ് refrain എന്ന് പറയുക. Can you find out the lines which is repeated in this poem? Write it down. ഈ പദ്യത്തിൽ അതുപോലെ റിപ്പീറ്റ് ചെയ്ത വാചകങ്ങൾ ഏതൊക്കെയാണ്? കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് അല്ലേ. ഏതാണ്? ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. ഇതാണ് അതിൽ ആവർത്തിച്ചു വരുന്ന വാക്ക്, നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് തന്നെ. വാട്ട് ഫിൽസ് ദ സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെന്റ്? സ്പീക്കറെ എന്താണ് അത്ഭുതം കൊണ്ട് നിറക്കുന്നത്? എന്താണ്? ദ സ്കൈ ഫുൾ ഓഫ് ദി സൺ ആൻഡ് സ്റ്റാർസ്. പിന്നെന്താണ്? നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. The universe filled with life, the blades of grass, the fragrance of flowers. അടുത്തത്, look at the words taken from the poem, put them in proper pair. ഇത്
പെയറാക്കി എഴുതാൻ. ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ് അല്ലേ? ഗ്രാസ് ബ്ലേഡ്സ്, മൈൻഡ് ഏതാ വരിക? മാഡൻഡ്, ബീൻസ് എങ്ങനെ വരും? ദഹിക്കണം. ഫ്ലവേഴ്സ് വേൾഡ് അല്ല, ഉത്തരം താഴ വേണ്ട. വെയിൻസ് എന്നുള്ളത് റൈസിങ്, സ്വെയ്ഡ് വേൾഡ് ഇങ്ങനെ വരാം. ഒന്നുകൂടി കാണിക്കാം. എങ്ങനെ വരിക? ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, ഗ്രാസ് ബ്ലേഡ്സ്, മൈൻഡ് മാഡൻഡ്, വെയിൻസ് റൈസിങ്, സ്വെയ്ഡ് വേൾഡ്. ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്തത് ലെറ്റ്സ് റീവിസിറ്റ് ദ ഫസ്റ്റ് ചാൻസ. ഇതില് ഫസ്റ്റ് ചാൻസ് നമുക്കൊന്ന് നോക്കാം. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് സൺ ആൻഡ് ദ സ്റ്റാർസ്. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. Among all these I have found a place, and in wonder and amazement I sink. In this first line, initial sound is S. Sky is repeated in the sun and stars also. The repetition is called alliteration. Can you find other example from the ഇതുപോലത്തെ alliteration വേറെ ഏതാ ഉള്ളത് പാഠത്തില്? ഏതാണ്? While walking in the woodlands, flowers fragrance, maddened mind, the gifts of gladness and joy. ഓക്കെ, ഇതാണ് അതിൽ നമുക്ക് ഉത്തരമായി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ മക്കളെ, ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.